ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 3 VAC കോഴ്സായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ മൊഡ്യൂൾ 1 വരുന്ന ഒരു കഥയാണ് ദി അഗ്ലി ഡക്ലിംഗ്. ഇതൊരു ഫെയറി ടെയിലാണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ആണ് ഈ ഒരു ഫെയറി ടെയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫെയറി ടെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇഷ്ടമാവുന്ന തരത്തിലുള്ളൊരു കഥയാണ്. എന്നാൽ അഡൾട്ട്സിനും മുതിർന്നവർക്കും ഈ കഥ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ആനിമൽസ് ആയിരിക്കും മോസ്റ്റ്ലി ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. പിന്നെ ഈ കഥകളുടെ എല്ലാം ഉള്ളിൽ ആനിമൽസിന് സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടായിരിക്കും. സിൻഡ്രല കഥകൾ, പിന്നെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച 1-2 കഥകളൊക്കെ ഫെയറി ടെയിൽസാണ്. ഞാൻ ഇങ്ങനെ ഫെയറി ടെയിൽസിനെ പറ്റി അധികം പറയുന്നില്ല, നമുക്ക് കഥയിലോട്ട് പോകാം. ദി അഗ്ലി ഡക്ലിംഗ് റിട്ടൺ ബൈ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ. അപ്പോൾ ഡക്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഡക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഡക്ലിങ്സ് എന്ന് പറയാം. ഒരു ഡക്ലിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദി ഫാം യാർഡ് മിസ്ഫിറ്റ്. ഫാം യാർഡ് എന്ന് പറയുമ്പോൾ വയലിൻ്റെ തൊട്ടടുത്തായിട്ട് വെള്ളമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് അതിനെയാണ് നമ്മൾ ഫാം യാർഡ് എന്ന് പറയാം. എ മദർ ഡക്സ് എഗ്സ് ഹാച്ച് ഇൻ ദ ലവ്ലി സമ്മർ വെതർ. മോസ്റ്റ് ഓഫ് ദി ഡക്ലിങ്സ് ആർ ക്യൂട്ട്, ബട്ട് ദ ലാസ്റ്റ് വൺ ഈസ് ലാർജ്, ഗ്രേ ആൻഡ് വെരി അഗ്ലി. ഇപ്പോൾ ഒരു അമ്മ ഒരു താറാവിന്, വലിയൊരു താറാവ് അമ്മയ്ക്ക് കുറച്ച് മുട്ടകൾ വിരിയുകയാണ്. ഒരു നല്ലൊരു സമ്മർ സമയത്ത് വിരിഞ്ഞ് വരികയാണ്. അതിലെ എല്ലാ ഡക്ലിങ്സും കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ നല്ല ഭംഗിയുള്ള ഡക്ലിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവസാനം മുട്ട വിരിഞ്ഞത് ഒരു ഡക്ലിങ്, അതിനെ കാണാൻ മാത്രം അഗ്ലി എന്നാണ് പറയുന്നത്, ഭംഗിയില്ല. കാരണം അത് എന്ത് കളറാണ്? ഗ്രേ കളറാണ്. പിന്നെ അൺയൂഷ്വലി ലാർജുമാണ്. സാധാരണ ജനിച്ചു വരുന്ന താറാവ് കുഞ്ഞുങ്ങളെക്കാളും ഒരല്പം വലുതായിട്ടാണ് ഈ ഒരു താറാവ് കുഞ്ഞുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രേ കളർ ആയതുകൊണ്ട് ഇതിനെ അഗ്ലി എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഉള്ളൊരു പൊതുധാരണയാണ് നിറം കുറഞ്ഞതെന്ന് പറയുന്ന ഒരു കറുപ്പ് കളറ് ആണെങ്കിൽ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തുന്നൊരു സംഭവം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ദി മദർ ഡക്ക്, ദി അതർ അനിമൽസ് ആൻഡ് ഈവൻ ഹിസ് ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ടീസിങ് ആൻഡ് ബൈറ്റിംഗ് ഹിം. ദേ കോൾ ഹിം ടു ബിഗ് ആൻഡ് വിഷ് ഹീ ഹാഡ് നെവർ ഹാച്ച്ഡ്. അപ്പോൾ വളർന്നിങ്ങി വരുന്നതേ ഉള്ളൂ, ജസ്റ്റ് ആ മുട്ട വിരിഞ്ഞ് 1-2 ദിവസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്രേ കളർ വെച്ചിട്ട് എല്ലാവരും അതിനെ കളിയാക്കാൻ തുടങ്ങി. ഈ പാവപ്പെട്ട് കുഞ്ഞ് ഡക്കിനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. സ്വന്തം ബ്രദേഴ്സും സിസ്റ്റേഴ്സും, തൻ്റെ ഒപ്പം മുട്ട വിരിഞ്ഞ് വന്ന ബാക്കി കുഞ്ഞുങ്ങൾ പോലും ബ്രദറാണ് അല്ലെങ്കിൽ സിസ്റ്ററാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാണ്ട് കളിയാക്കുകയും കൊത്താനും തുടങ്ങി. ഇപ്പം നമ്മുടെ ഭാഷയിൽ അടിക്കാനൊന്നും പറ്റില്ലല്ലോ ഇവർക്ക്, അതുകൊണ്ട് കൊത്താനാണ് തുടങ്ങിയത്. വളരെ വലിയ ടു ബിഗ്ഗാണ്, ശരീരം വളരെ വലുതാണെന്ന് പറഞ്ഞിട്ട് ബോഡി ഷെയിം ചെയ്യുന്നതും പോരാഞ്ഞിട്ട് ഇങ്ങനെയും കൂടി പറയുവാണ്, നീ ഒരിക്കലും ഈ മുട്ട വിരിഞ്ഞ് നീ ജനിക്കാതിരുന്നെങ്കിലും തോന്നി പോവുകയാണ്, കാരണം എല്ലാവരും നിന്നെ കളിയാക്കുമല്ലേ എന്ന് പറഞ്ഞും കൂടി കളിയാക്കുന്നുണ്ട്. ബിക്കോസ് ഹീ സോ മിസറബിൾ ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഹേർട്ട്, ദി ഡക്ലിംഗ് റൺസ് അവേ ഫ്രം ദി ഫാം യാർഡ് ടു എസ്കേപ്പ് ദി ബുള്ളി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇനിയൊരു വേറൊരു ഫാം യാർഡിൻ്റെ അടുത്ത് തന്നെ നെല്ല് സംഭരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ അമ്മ ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള ബാക്കി മൃഗങ്ങളും ഒക്കെ ഇങ്ങനെ ഉപദ്രവിച്ച് ബുള്ളിങ് വളരെയധികം കൂടാൻ തുടങ്ങി. എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴേക്കും ഈ ഒരു സ്ഥലത്ത് നിന്നും അമ്മയോടും സഹോദരന്മാരോടും സഹോദരിമാരോടും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഫാം പ്രദേശത്ത് നിന്നും ഓടിപ്പോവുകയാണ്, എസ്കേപ്പായിട്ട് പോവുകയാണ് നമ്മുടെ ഈ കുഞ്ഞു ഡക്ലിംഗ്. ദെൻ ട്രൈയിങ് ടു ഫൈൻഡ് എ ഹോം, ഹീ ഫൈൻഡ്സ് എ മാർഷ് വിത്ത് വൈൽഡ് ഡക്സ്, ബട്ട് ദേ ഓൺലി സേ യു ആർ സോ അഗ്ലി, സോ ദേ ലെറ്റ് ഹിം സ്റ്റേ. ഇനി വേറൊരു സ്ഥലത്തെത്തിയിട്ട് എവിടെയെങ്കിലും ഒരു ഹോം വേണമല്ലോ, നമുക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം വേണ്ടേ. അങ്ങനെ കുറച്ച് വൈൽഡ് ഡക്സ് താമസിക്കുന്നിടത്ത്, അതായത് ഡൊമസ്റ്റിക് ഡക്സും ഉണ്ട് വൈൽഡ് ഡക്സും ഉണ്ട്. അതിൽ വൈൽഡ് ഡക്സിൻ്റെ അടുത്ത് പോയി താമസിക്കുമ്പോഴത്തേക്കും അവരതിനെ അവിടെ താമസിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് പക്ഷേ പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, നീ ഭയങ്കര ഒരു വിരൂപിയാണ് എന്ന് പറയുന്നുണ്ട്. 2 saucy wild geese invited him to fly with them, but hunters arrive and shoot the geese. The duckling is terrified. അപ്പോൾ അതിൽ 2 പേര് ഇനി ഭംഗിയില്ലെങ്കിൽ നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് പറക്കാനായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഈ പറക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് വേട്ടക്കാർ വന്നിട്ട് വെടിവെച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ്. കറി വെച്ച് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഈ കുഞ്ഞു ഡക്ലിംഗ് പേടിച്ച് പോകും. A large hunting dog gets very close but leaves him alone, making the duckling sadly think, I am so ugly, even a dog won't bite me. അപ്പോൾ അവിടെ നിന്നും എസ്കേപ്പായിട്ട് എങ്ങനെയോ ഹണ്ടേഴ്സിൻ്റെ കണ്ണിൽ പെടാണ്ട് മറിഞ്ഞിരിക്കുമ്പോഴേക്കും ഒരു നായ വന്നിട്ട് ഉപദ്രവിക്കാനായിട്ട് തൊട്ടടുത്തെത്തും. പക്ഷെ തൊട്ടടുത്തെത്തിയിട്ട് ഇതിനെ കണ്ടതിന് ശേഷം ഡക്ലിങ്ങിനെ ഉപദ്രവിക്കാണ്ട് ആ നായ തിരികെ പോവുകയാണ്. അപ്പോഴേക്കും ഡക്ലിങ് വിചാരിക്കുവാണ്, അയ്യോ എന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തതുകൊണ്ട് ഈ ഒരു പട്ടിക്കുട്ടി പോലും എന്നെ കടിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു വേട്ടനായയാണ്, ആ വേട്ടനായയ്ക്ക് പോലും എന്നെ വേണ്ട, കാരണം ഞാൻ അത്രയും ഭംഗിയില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ്.
He finds a tiny rundown cottage inhabited by an old woman, a self-important tomcat and a hen with short legs. ഇനി അവിടെ നിന്നും ഈ പട്ടിയുടെയും ഈ ഹണ്ടേഴ്സിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറൊരു ചെറിയൊരു ടൈനി ഡൗൺ കോട്ടേജ്, ഒരു ചെറിയൊരു കുടില് പോലത്തെ ഒരു വീട്ടിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഒരു വയസ്സായൊരു സ്ത്രീയുണ്ട്, പിന്നെ ഒരു ടോം ക്യാറ്റ്, ഭയങ്കര ഞാനാണ് ഈ ലോകം എന്ന് കരുതി ജീവിക്കുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ടോം. പിന്നെ ഒരു ഹെൻ ഉണ്ടായിരുന്നു, 2 കുഞ്ഞു കാലുകളുള്ളൊരു, കാലിനെന്തോ ഒരു വൈകല്യമുള്ളൊരു കോഴിയും അവിടെ ഉണ്ടായിരുന്നു. ദി ഹെൻ ആൻഡ് ദി ക്യാറ്റ് are the masters of the house and constantly make fun of him because he cannot lay eggs or purr. The duckling feels trapped and misunderstood. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു കോഴിയാവട്ടെ ഈ പൂച്ചയാവട്ടെ ഇവർക്ക് 2 പേർക്ക് ഇവരാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ ആൾക്കാർ എന്നുള്ളൊരു ധാരണയിൽ, വീടിൻ്റെ യജമാനരവരാണെന്നുള്ള ധാരണയിലാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് 2 പേരും കൂടെ വന്ന് ഈ ഡക്ലിങ്ങിനെ കളിയാക്കുകയാണ്. നിനക്ക് മുട്ടയിടാനും സാധിക്കുന്നില്ല, പൂച്ച ഒരു പർന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ സൗണ്ട് ഉണ്ടാക്കാനും നിന്നെ കൊണ്ട് പറ്റുന്നില്ല, അതായത് നിനക്കൊരു കഴിവുമില്ല എന്ന് എഴുതിയിട്ട് അവിടെ ട്രാപ്ഡായിരിക്കുകയാണ്. ലോങ്ങിങ് ടു ബി ഇൻ വാട്ടർ അഗെയിൻ ദി ഡക്ലിംഗ് ലീവ്സ് ദ കോട്ടേജ് ആൻഡ് ഗോസ് ഔട്ട് ഇൻ ടു ദ വൈൽഡ് അലോൺ. അപ്പോൾ വീണ്ടും എനിക്ക് നീന്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആരും അതിനൊരു കഴിവായിട്ട് അംഗീകരിക്കുന്നില്ല, അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു കഴിവായിട്ട് കാണാത്തത് കൊണ്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ പറയുന്നുണ്ട് ഇവനെ കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നാളുകൂടി നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇവനെ കൊന്ന് കറി വയ്ക്കാം എന്നൊരു ഐഡിയയിലേക്ക് അവരെത്തുന്നു. അതും കൂടി അറിയുമ്പോഴേക്കും നമ്മുടെ ഡക്ലിങ് അവിടെ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും പോവുകയാണ്. The hard winter, autumn and winter arrive. The poor duckling suffers greatly from the cold and loneliness. To keep from freezing entirely, he is forced to swim constantly in a pond to keep a small patch of water open. അടുത്ത മഞ്ഞുകാലം വരികയാണ്. അപ്പോൾ മഞ്ഞുകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും ഫ്രീസ് ചെയ്യിപ്പിക്കുന്നത്, അതായത് പുറത്ത് അറ്റ്മോസ്ഫിയറിൽ വെള്ളം ജലാംശം ഉണ്ടെങ്കിൽ അത് ഫ്രീസ്ഡായി പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ മുഴുവൻ വെള്ളവും ഫ്രീസ്ഡായി കഴിഞ്ഞാൽ നമ്മുടെ ഡക്ലിങ്ങിന് കുടിക്കാനും വെള്ളം കിട്ടത്തില്ല, നീന്താനും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രീസ് ആവാണ്ടിരിക്കാൻ ഈ ഡക്ലിങ് പോണ്ടിൻ്റെ കുറച്ച് ഭാഗത്തെങ്കിലും ഫ്രീസ് ആവാണ്ടിരിക്കാൻ എപ്പോഴും നീന്തി അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. വൺ നൈറ്റ് ഹീ ബിക്കംസ് എക്സോസ്റ്റഡ് ആൻഡ് ഫ്രീസസ് ഫാസ്റ്റ് ഇൻ ദി ഐസ്. അപ്പോൾ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ ഡക്ലിങ് തളർന്നു പോയി, അങ്ങനെ ഐസിനോടൊപ്പം ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. എ കൈൻഡ് പെസൻറ്റ് ഫൈൻഡ്സ് ഹിം, ബ്രേക്സ് ദ ഐസ് ആൻഡ് ടേക്സ് ഹിം ഹോം. However, the warmth revives the duckling, but he gets scared by the children and flaps wildly, spilling milk and flour everywhere. The farmer's wife scares him and he flees the house to hide in the snow again. അപ്പോൾ ആ വീട്ടിൽ ചെന്നു, വീട്ടിൽ കുഴപ്പമില്ല, പക്ഷെ കുട്ടികളെല്ലാവരും ഉപദ്രവിക്കാൻ വരുന്നു എന്ന് കരുതിയിട്ട്, കാരണം ജീവിതത്തിൽ ഇന്ന് വരെ നമ്മുടെ ഈ ഡക്ലിങ് സ്നേഹം എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ സ്നേഹിക്കുന്നതെന്നോ അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ആ ഒരു പേടി കൊണ്ട് തന്നെ അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പാലും മാവും എല്ലാം തറയിൽ തൂകിപ്പോവും. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഡക്ലിങ് വീണ്ടും പേടിച്ചിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി വീണ്ടും സ്നോയിലേക്ക് വരികയാണ്. ഫൈനലി സ്പ്രിങ് റിട്ടേൺസ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലൈമറ്റ് കൂടി മാറിയിട്ട് സ്പ്രിങ് വസന്തകാലം തിരികെ എത്തുകയാണ്. ആൻഡ് ദ ഡക്ലിങ് ഫീൽസ് സ്ട്രോങ്. ഇപ്പോൾ നമ്മുടെ ഡക്ലിങ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്. ഹീ ഫ്ലൈസ് ടു എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. പറക്കാനൊക്കെ നല്ലോണം പഠിച്ചു. ഒരു നല്ല ഭംഗിയുള്ളൊരു ഗാർഡനിലേക്ക് നമ്മുടെ ഈ ഒരു ഡക്ലിങ് പറന്നു പോയി. ഹീ സീസ് 3 gorgeous white swans swimming nearby. He remembers seeing swans before and believing he is still too ugly to live, decides to fly to them, accepting that they will probably kill him. അപ്പം അങ്ങനെ ഇരുന്ന് നോക്കുന്നൊരു സമയത്താണ് 3 ഭയങ്കര സുന്ദരങ്ങളായിട്ടുള്ള സ്വാൻസ്, അരയന്നങ്ങൾ പറന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ ഇതിനു മുന്നേ അരയന്നങ്ങളെ കണ്ടിട്ടുണ്ട്. അരയന്നങ്ങളെയാണ് ഏറ്റവും ഭംഗിയുള്ള പക്ഷികളായിട്ടൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഭംഗിയില്ലാത്തൊരു വ്യക്തിയാണല്ലോ, എന്നെ ഇവരെന്ത് ചെയ്യും, കൊന്നുകളയും, അറ്റ്ലീസ്റ്റ് നല്ല ഭംഗിയുള്ള സ്വാൻസെങ്കിൽ എന്നെ കൊല്ലട്ടെ എന്ന് കരുതിയിട്ട് അത് നമ്മുടെ ഡക്ലിങ് അവരുടെ അടുത്തേക്ക് പറന്നു പോവുകയാണ്. He swims towards them, but as he dips his head into clear water, he sees his reflection. He is no longer a clumsy grey bird. He is a magnificent white swan. സോ ഇനിയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ അടുത്തേക്ക് നീന്താനും പറക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രീമിലാണുള്ളത്. ഒന്ന് കുനിഞ്ഞിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും സ്വന്തം റിഫ്ലക്ഷൻ ഇപ്പോൾ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അഗ്ലി ഡക്ലിങ് ഞെട്ടിപ്പോകുന്നത്. ഞാൻ ഇനി ഒരു അഗ്ലി ആയിട്ടുള്ളൊരു ഡക്ലിങ് അല്ല, ഞാനിപ്പോൾ ആരായിട്ട് മാറിയിട്ടുണ്ട്, ഒരു വൈറ്റ് സ്വാനായിട്ട്. ഞാനും ഒരു അരയന്നമായിരുന്നു. അപ്പോൾ ദ 3 adults swan welcome him, stroking his head
neck with their beaks. അപ്പോൾ ഈ 3 സ്വാൻസും സ്വീകരിച്ചിട്ട് അവരുടെ ആ ഒരു കൂട്ടത്തിലേക്ക് നമ്മുടെ ഈ ഒരു സ്വാനിനെ കൂടി അവർ ആ കൂട്ടത്തിലേക്ക് അംഗീകരിച്ച് ആ ടീമിലേക്ക് ആക്കുകയാണ്. Children in the garden throw food and shout that the new swan is the most beautiful of them all. The new swan feels so happy he is too ashamed to be proud. അപ്പോൾ ആ സ്ട്രീമിൻ്റെ അടുത്ത് ഈ ഒരു കാഴ്ച കാണാൻ വന്ന് കുട്ടികളെല്ലാം കുറച്ച് ആഹാരം, ബിസ്ക്കറ്റ് അങ്ങനത്തെ ആഹാരമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഈ പുതിയ സ്വാനാണ് ഏറ്റവും ഭംഗിയുള്ള സ്വാൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഡക്ലിംഗ്, ഇപ്പോൾ സ്വാനായ ഡക്ലിംഗ് ആലോചിക്കുകയാണ്, ഞാനിതിലേക്ക് പ്രൗഡ് ആവണോ വേണ്ടയോ. He realizes that being born in a duck's nest doesn't matter as he was hatched from a swan's egg. He understands that all the suffering he endured made him appreciate his happiness even more. ഇനി എന്താ ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയോ ഒരു അരയന്നത്തിൻ്റെ മുട്ട ആ താറാവ് അമ്മയുടെ കൂട്ടിൽ വന്നതുകൊണ്ടാണ് അവിടെ ജനിക്കേണ്ടി വന്നത്. ഇപ്പോൾ പകരം ഒരു സ്വാനിൻ്റെ കൂട്ടിൽ തന്നെ ജനിച്ചിരുന്നു എങ്കിൽ ഗ്രേ കളർ ആയിരുന്നതിനെ ഒന്നും ആരും കുറ്റം പറയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഡക്ലിംഗ് അഥവാ ഇപ്പോഴത്തെ സ്വാൻ മനസ്സിലാക്കി, ആരുടെ കൂട്ടിൽ ജനിച്ചു എന്നുള്ളതല്ല, ഞാൻ ആരാണെന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഹാപ്പി ആയിട്ട് ഞാൻ ജീവിക്കണമായിരുന്നു എന്നൊരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ആണ്. എല്ലാവരിൽ നിന്നും തഴയപ്പെട്ട് ഓടി ഓടി രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാന് പിന്നീട് യഥാർത്ഥത്തിൽ അത് സ്വാൻ ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു താറാവും ഒരു ആൾക്കാരും അതിനെ ഉപദ്രവിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉപദ്രവങ്ങളൊക്കെ കിട്ടി അവസാനം രക്ഷപ്പെട്ട് നല്ലൊരു ലൈഫിലേക്ക്, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലൈഫിലേക്ക് എത്തിപ്പെടുകയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോറി ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ പേപ്പറിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ ഒരു അനാലിസിസ് നോക്കിപ്പോകാനായിട്ട്. ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന അപ്പിയറൻസ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ദി സ്റ്റോറീസ് കോർ കോൺഫ്ലിക്റ്റ് ഈസ് ദി ഡക്ലിംഗ് ഫേസിങ് കോൺസ്റ്റൻറ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് പ്യുവർലി ഓൺ അപ്പിയറൻസ്. അപ്പോൾ കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ആൾക്കാരെ മാറ്റി നിർത്തുന്നതാണ് ആദ്യത്തെ ഒരു തീമായിട്ട് വരുന്നത്. ദി അതർ ആനിമൽസ് ജഡ്ജ്, ഓസ്ട്രസൈസ് ആൻഡ് പെർസിക്യൂട്ട് ഹിം ബിക്കോസ് ഹീ ലുക്സ് ഡിഫറെൻറ്റ്. ഹീസ് അഗ്ലി, ഗ്രേ ആൻഡ് ലാർജ്. അപ്പോൾ എല്ലാ ജന്തുക്കളും ബാക്കിയുള്ള എല്ലാ ജീവികളും നമ്മുടെ ഈ ഡക്ലിങ്ങിനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അത് ഗ്രേ കളറാണ്, ലാർജാണ്. കാരണം അവരെ പോലെ അല്ല കാണാൻ. അപ്പോൾ അവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയെ മാറ്റി നിർത്തുന്നതാണ് മെയിൻ തീമായിട്ട് വരുന്നത്. This directly mirrors real world prejudice against people based on physical traits, reinforcing the idea that difference often leads to exclusion. സോ ഇത് വെറും ഒരു ഫെയറി ടെയിലായിട്ട് മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ വേൾഡിൽ നടക്കുന്ന കാര്യമാണ്. ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 9 പേരെക്കാളും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമുള്ളൊരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാനാണ് നോക്കുന്നത്? എപ്പോഴും ഒറ്റപ്പെടുത്താനാണ് നോക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എപ്പോഴും എക്സ്ക്ലൂഡഡ് ആവുന്നു എന്നൊരു പോയിൻ്റ് ഇതിനകത്ത് ഉണ്ട്. ദി ഇമ്പാക്റ്റ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എക്സ്ക്ലൂഷൻ. The duckling's extreme sadness, loneliness and repeated running away illustrate the severe psychological toll of exclusion. ഇപ്പോൾ എല്ലാവരിൽ നിന്നും ഓടി ഓടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ നാട് വിട്ട് പോകേണ്ടി വരുന്നത് എന്തുമാത്രം മാനസിക വേദന ഈ ഒരു ഡക്ലിങ്ങിന് കൊടുക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഡക്ലിങ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മനുഷ്യൻ്റെ കാര്യം ആലോചിച്ച് നോക്കിക്കേ. എവിടെയും കൂട്ടുകാരില്ല, വീട്ടിലില്ല, നാട്ടിലില്ല, സ്കൂളിലില്ല. അപ്പം അങ്ങനെ ഒറ്റപ്പെടുന്നവർക്ക് എന്താണ് ലൈഫിൽ മുന്നോട്ട് പോകാൻ എന്താണ് അവരുടെ പക്കലുണ്ടാവുക? He constantly seeks acceptance and belonging, showing that an inclusive environment profoundly affects an individual's well-being and willingness to participate. അപ്പോൾ അവസാന ഒരു മൊമെൻറ്റിൽ നമ്മൾ കാണുന്നത് ഈ ഡക്ലിങ് മരിക്കാൻ തന്നെ തയ്യാറെടുക്കുകയാണ്. എന്നിട്ട് ഒരു ഡോഗിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അത്രയും ഭംഗിയില്ലാത്തതുകൊണ്ട് ആ ഡോഗിന് പോലും എന്നെ വേണ്ട. ഇത്രയും ഹാർഷായിട്ടുള്ള തിങ്കിങ്ങിലേക്കൊക്കെ ആ ഡക്ലിങ്ങിനെ എത്തിക്കുന്നത് ഈ ഒരു ബിലോങ്ങിങ്നെസ് ഇല്ലായ്മയാണ്, എന്നെ ആർക്കും വേണ്ട എന്ന തോന്നലാണ്. അപ്പോൾ ഇതിനൊക്കെ പകരം ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരു എൻവയോൺമെൻറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു. സിസ്റ്റമിക് ബയസ് ആൻഡ് ഗ്രൂപ്പ് തിങ്ക്. The farmyard animals, ducks, hens, turkey, all participate in the bullying, creating a toxic and biased system. Even the mother duck eventually wishes he hadn't been born. അപ്പോൾ നമ്മുടെ ഈ കഥയ്ക്ക് അത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഫാമിയാർഡിൽ കുറേ ആനിമൽസ് ഉണ്ട്. ഇവരെല്ലാവരും ഈ ഒരു ഡക്കിനെതിരായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും വന്ന് അതിനെ ബുള്ളി ചെയ്യണം, ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റിൽ ഈ അമ്മ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കൊച്ച് ജനിക്കാതിരുന്നെങ്കിൽ അവൻ ഇതൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു. അമ്മ ആ ഒരു വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും, പക്ഷെ അത് കേൾക്കുന്ന ഡക്കിന് എന്തുമാത്രം വിഷമം അതിൽ നിന്നുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നത്.
This demonstrates how bias can be widespread and reinforced by group behavior, highlighting the need for organizational systems to actively dismantle shared prejudices. അപ്പോൾ ഇത് നമുക്ക് ആക്റ്റീവായിട്ടൊരു സിസ്റ്റം വേണം. ഇങ്ങനെ prejudice ആയിട്ട് മുൻവിധിയോടുകൂടി ആൾക്കാരെ ജനിച്ചപ്പോൾ തന്നെ നീ മോശമാണ്, നിനക്ക് കഴിവുകളൊന്നും ഇല്ല, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നീ ജീവിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ ഒരാളെ മാറ്റാൻ പാടില്ല. അതിനെല്ലാം നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യണം, അതിനെല്ലാം തച്ചുടയ്ക്കണം ഈ ഒരു മുൻധാരണകളെ. Then internalized marginalization. The duck internalizes the negative judgment, consistently believing he is worthless and ugly. When the dog ignores him, he sighs, "How thankful I am for being so ugly. Even a dog will not bite me." This shows the damage of internalized marginalization, where the oppressed individual begins to accept their negative label as truth. സോ ഇത് ഇൻറ്റേർണലൈസ്ഡ് മാർജിനലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ കാണാൻ കൊള്ളില്ല, നമ്മൾ മോശപ്പെട്ടവരാണ്, നമുക്കൊരു കഴിവില്ല എന്ന് ചുറ്റിനുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നമ്മളത് വിശ്വസിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അതാണ് സത്യം, നമ്മൾ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്, എന്നെ സ്നേഹിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല, ഞാൻ ജീവിക്കേണ്ട വ്യക്തിയല്ല, ഇങ്ങനത്തെ ചിന്തകൾ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിയിട്ട് അവരത് ആ ഒരു നെഗറ്റിവിറ്റീനെയാണ് ലൈഫ്, അതാണ് ട്രൂത്ത് എന്ന് കരുതി ജീവിക്കും. ഇവിടെ ഉദാഹരണമുണ്ട്, ആ പട്ടി കടിക്കാണ്ട് പോകുമ്പോൾ താങ്ക്ഫുള്ളാണ്, ഞാൻ ഭംഗിയില്ലാത്തതുകൊണ്ടാണ് എന്നെ കടിക്കാത്തത്. മേ ബി ആ പട്ടി കടിക്കാൻ ഉദ്ദേശിച്ച് വന്നതാവില്ല, അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്, ഞാൻ കാണാൻ കൊള്ളത്തില്ല. ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ കാണും ഒരുപാട് തവണ നിറത്തിൻ്റെ പേരിലും ബോഡി ഷേമിങ്ങും ഒക്കെ നേരിട്ട വ്യക്തികൾ. ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറയുന്ന ലെവലിലേക്ക് നമ്മളൊക്കെ പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കാരണം ആരും ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ പാടില്ല. ദെൻ ദ ഇല്യൂഷൻ ഓഫ് മെറിറ്റോക്രസി. മെറിറ്റോക്രസി എന്ന് പറയുമ്പോഴത്തേക്കും മെറിറ്റ് വെച്ചിട്ട് ബയസ് ഉണ്ടാക്കുന്നത്. ഇന്ന കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു കൂടുതലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക, ഒരു വില ഉണ്ടാവുക. ഇൻ ദി കോട്ടേജ് ദ ഹാറ്റ് ആൻഡ് ദി ഹെൻ റെപ്രസെൻ്റ് എ ബയസ്ഡ് മെറിറ്റോക്രസി. ക്യാൻ യു ലേ എഗ്സ്? നോ, ദെൻ ബി സൈലൻറ്റ്. ക്യാൻ യു പെർ? നോ, ദെൻ യു ഹാവ് നോ റൈറ്റ് ടു സ്പീക്ക്. അപ്പോൾ ആ ഒരു ഹെന്നും ക്യാറ്റും പറയുന്ന ഡയലോഗ്സാണത്. മുട്ടയിടാൻ പറ്റുമോ? ഇല്ല, അപ്പം നീ മിണ്ടാണ്ടിരിക്കുക. നിനക്ക് പറ ചെയ്യാൻ പറ്റുമോ? ഒച്ച ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അപ്പം നിനക്ക് ഒരു കഴിവില്ല, വെറുതെ ഇരിക്കുക, നീ ഇവിടെ നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല എന്ന് പറയുന്നത്. They value only their own narrow skills and exclude duckling for his natural ability meet their irrelevant standards. This critiques systems that use biased metrics to determine who is worthy. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഒരു സെറ്റ് ഓഫ് കഴിവുകൾ വെച്ചേക്കും. ഇപ്പോൾ പഠനത്തിൽ നല്ല കഴിവുള്ള വ്യക്തി, അല്ലെങ്കിൽ പാടാൻ നല്ല കഴിവുള്ള വ്യക്തി, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കുന്നില്ല. മറ്റ് പല കഴിവുകളുള്ള കുട്ടികളുണ്ടായിരിക്കും, അവരെ ആരെയും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, ഒരാൾക്ക് മാത്രം തോന്നുന്ന കഴിവുകളാണ് നല്ല കഴിവുകൾ എന്നുള്ളൊരു സെറ്റ് ബാറുണ്ട്, അത് ശരിയല്ല എന്നും കൂടെയാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു അരയന്നമാണ്, അതിൻ്റെ ലെവൽ കഴിവുകളുണ്ട്, സ്വിമ്മിങ്ങിലെ കഴിവുണ്ടായിരിക്കും, പിന്നെ മറ്റ് പല കാര്യങ്ങളിലും അരയന്നങ്ങൾക്കുള്ള കഴിവുകളെല്ലാം തന്നെ ഇതിനുണ്ട്. ഒരു കോഴിയുടെ കഴിവ് അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ കഴിവ് എങ്ങനെയാണ് ഒരു അരയന്നത്തിന് ഉണ്ടാവുക? ഒരു ബ്യൂട്ടിഫുൾ ഒരു ഇമേജ് ഉണ്ട്, ഒരു ഫിഷിനോട് മരം ക്ലൈംബ് ചെയ്യാൻ പറയുന്നുണ്ട്, ക്ലൈംബ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കഴിവില്ല എന്ന് പറയും. ആക്ച്വലി ഫിഷിൻ്റെ കഴിവേ അല്ല മരം കയറുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. ദെൻ ലാസ്റ്റ് പോയിൻറ്റ്, authenticity and self-discovery. The ending is a powerful affirmation of authenticity. The duckling's misery ends only when he discovers his true identity as a swan. അപ്പോൾ നമ്മുടെ ഡക്ലിങ്ങിൻ്റെ കഥയുടെ അവസാനം വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള അവസാനമാണ്. ആഫ്റ്റർ ഓൾ അതൊരു ഡക്ലിങ്ങേ ആയിരുന്നില്ല, അതൊരു സ്വാൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി കിട്ടുമ്പോഴത്തേക്കും ഡക്ലിങ്ങിൻ്റെ മിസറി അവസാനിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി. This metaphor encourages recognizing the unique value and potential of every individual, emphasizing that forced conformity to the majority, like trying to quack or lay eggs, prevents true flourishing. സോ ചില സമയത്ത് ഇതും വളരെ വണ്ടർഫുള്ളായിട്ടൊരു തോട്ടാണ്. ഡക്ലിങ് അവിടെ നിന്ന് ഡക്ലിങ് ആവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ക്വാക്കുന്ന സൗണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡക്കുകളെപ്പോലെ മുട്ടയിടാനോ ഒക്കെ ശ്രമിച്ചിരുന്നു എങ്കിൽ ഒരു കാലത്ത് അത് പുറത്തോട്ട്, അവരെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തോട്ടും വരത്തില്ല, താനൊരു സ്വാൻ ആയിരുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയപ്പെടാണ്ട് പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കാണ്ടാണ് ഇരിക്കേണ്ടത്. നമ്മളൊരിക്കലും മറ്റൊരാളിൻ്റെ ചിന്താഗതിയിലോട്ട് പോകരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതിനെയാണ് നമ്മൾ, ആ പൊട്ടൻഷ്യലാണ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് മറ്റൊരു ഇൻഡിവിജ്വലിനുള്ള കഴിവ് നമ്മൾ അതുപോലെ കോപ്പി ചെയ്യുക അല്ല വേണ്ടത് എന്നൊരു പവർഫുൾ ആയിട്ടുള്ളൊരു മെറ്റഫറും ഈ ഒരു കഥയ്ക്കകത്ത് വരുന്നുണ്ട്. പോയിൻ്റ് കൂടി പറയാൻ വരുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് എൻവയോൺമെൻറ്റ്.
This fan environment is instantly welcoming and validating. They don't have to change to fit in. They are immediately accepted and celebrated for who they are. This highlights the importance of creating a truly equitable and inclusive environment where an individual's value is recognized without having to struggle for basic acceptance. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടുന്നൊരു സ്ഥലമായിരിക്കണം. നമ്മളായിട്ട് കണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ വെൽക്കം ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ ഓക്കെയാണ്, നമ്മളെങ്ങനെ ഉള്ള ആളാണോ അത് ഓക്കെയാണ്. നമ്മുടെ നിറത്തിൻ്റെ പേരിലോ പൊക്കത്തിൻ്റെ പേരിലോ ശരീരഭാഷയുടെ പേരിലോ ഒന്നും മാറ്റി നിർത്തപ്പെടാണ്ട് അംഗീകരിക്കപ്പെടുന്നിടത്താണ് നമ്മൾ ഫ്ലറിഷ്ഡ് ആവുക. ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുകയുള്ളൂ. ഈ ഒരു പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കുക. സോ ഇത്രേ ഉള്ളൂ. നമുക്കൊരു ബേസിക് അക്സെപ്റ്റൻസ് കിട്ടാൻ ആരുടെയും മുന്നിലേക്ക് എഞ്ചേണ്ടി വരരുത്. ആ ഒരു കാര്യം കൂടി ഈ ഒരു കഥയിൽ ഓർത്ത് വയ്ക്കുക. എഴുതുമ്പോഴത്തേക്കും കഥ മാത്രം എഴുതി വയ്ക്കാണ്ട് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ ഈ 3 ടേംസും എങ്ങനെയാണ് ഈ കഥയിൽ വന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.